2019 യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചാണ് നിലപാടെടുത്തത്. ആ വാർത്തയുടെ വിവരങ്ങളിലേക്ക് വരുന്നു. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ നിലപാടറിയിക്കും. 2019 യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാടെടുത്തത്. ഇന്ന് ആ നിലപാട് തിരുത്തിയാണ് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകാനൊരുങ്ങുന്നത്. മാർച്ച് 14 സുപ്രീം കോടതിയിൽ നിലപാടറിയിക്കേണ്ടത്. ഇന്ന് ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനം. യുവതീ പ്രവേശനത്തിൽ അന്തിമ തീരുമാനം വിശ്വാസികളുടെ തന്നെ ആയിരിക്കണമെന്ന് കാണിച്ചാണ് തീരുമാനം. വിവരങ്ങൾ നൽകുന്നു ബിനോയ്. കഴിഞ്ഞ 2019 തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത ആ തീരുമാനത്തിന് എതിരായുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വീണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് ഇടതു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവിടെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു, സമരങ്ങളുണ്ടായി. ഇതിനെ തുടർന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ തന്നെ വന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു പൂർണ്ണ ബെഞ്ചിലേക്ക് അല്ലെങ്കിൽ ഒരു ഫുൾ ബെഞ്ചിലേക്ക് ഇപ്പോൾ ഈ കേസ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതിനെല്ലാം ഉപരിയായി 9 അംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ആചാര ലംഘനം ഇനി ഉണ്ടാകില്ല എന്ന തരത്തിലേക്കും ശബരിമലയുടെ ആചാരങ്ങൾ അതേപടി കാത്തു സൂക്ഷിക്കുന്ന തരത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റ് അല്ലെങ്കിൽ കോടതികൾ നൽകേണ്ട രേഖകൾ ഉടൻ തന്നെ കൈമാറും എന്നുള്ള വിവരങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക യോഗത്തിന് ശേഷം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ പറയുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തീരുമാനം ഇത് തന്നെയായിരുന്നു. കാരണം ആചാര കാത്തു സൂക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം. മാത്രവുമല്ല ഇനി വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ നാളുകളാണ്. അതിനു മുമ്പ് തന്നെ സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മാർച്ച് 19 മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകണം എന്ന് നേരത്തെ സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് അടിയന്തരമായി ദേവസ്വം ബോർഡിൻ്റെ യോഗം ചേർന്നതും ആ യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, അതായത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനത്തിന് ഒരു വിധത്തിലും അനുമതി നൽകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങൾ അവർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യും. MS. ശരി.